ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിലാണ്. ഇനി ഭൂട്ടാനിലേക്ക് പോകണം. ആ കാണുന്നതാണ് ഭൂട്ടാൻ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഭൂട്ടാനിലേക്ക് കിടക്കാണ്. ബാക്കിയുള്ള ഇത് നമുക്ക് വീഡിയോയിൽ കാണാം. ഞാൻ ഇപ്പോൾ ഉള്ളത് ഇന്ത്യയിലാണ്. ഇനി ഭൂട്ടാനിലേക്കുള്ള കവാടം കാണാം നമുക്ക്. ഇതിലാണ് ഭൂട്ടാനിലേക്ക് കിടക്കുക. ഇന്ത്യയിൽ നിന്ന് ഭൂട്ടാനിലേക്കും ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്കും വാഹനങ്ങൾക്ക് പോകാനുള്ള വഴിയാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വഴി. ഈ പോകുന്ന വാഹനങ്ങൾ ആ കവാടം കഴിഞ്ഞ് പോകും. പക്ഷേ അത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരിക, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവുക. അവിടെ ഒരു ചെക്കിങ്ങിന് ഒരാളുണ്ടാവും, പട്ടാളക്കാർ. അവർ ചെക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വിടും. പക്ഷേ വഴിയാത്രക്കാർക്കും പോകാനുള്ള വേറെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തു കൂടിയാണ് ഞാൻ പോകുന്നത്. ഇതിപ്പോൾ ജയ്ഗോൺ, ഇന്ത്യൻ്റെ ഭാഗമാണ്. ജയ്ഗാവ് എന്നൊക്കെ പറയും. ആ ഭാഗത്തു കൂടി അങ്ങനെ നടന്നു പോകണം. അവിടെ നിന്ന് 50 മീറ്റർ ഇങ്ങോട്ട് പിന്നോട്ട് വന്നു കഴിഞ്ഞാൽ വലത്ത് സൈഡിൽ കൂടി അങ്ങനെ ഒരു ഇടവഴിയാണ്. ഈ ഒരു ഇടവഴി, ഇടതുഭാഗത്ത് കടകളൊക്കെ ഉണ്ട്. ഈ സൈഡിൽ കൂടി അങ്ങനെ നമുക്ക് പോകണം. ഈ ഇടവഴി കൂടി അങ്ങനെ പോയിട്ട് അവിടെയാണ് നമ്മളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ വോട്ടർ ID, ഇതിലേതെങ്കിലും ഒരു പ്രൂഫ് മതി അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് കടക്കും. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കൽ പ്രയാസമായിരിക്കും. ഈ ഒരു ഭാഗമാണ് വളരെ വീതി കുറഞ്ഞൊരു ഭാഗങ്ങൾ. അതിൻ്റെ നിയമവും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡിൻ്റെ ഈ സൈഡിൽ കൂടി അങ്ങനെ അങ്ങോട്ട് പോകണം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ജസ്റ്റ് എൻ്റെ പാസ്പോർട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ നേരെ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അവിടെ നിന്നൊരു പാസ്പോർട്ട് കാണിച്ചിട്ട് പിന്നെ വേറൊരു സ്ഥലത്ത് പിന്നെ നമ്മുടെ അതിൻ്റെ പാസ്പോർട്ടിൽ സീൽ ചെയ്യുന്നൊരു സംഭവമുണ്ട്, അവിടേക്ക് പോകണം. അപ്പോൾ ഇതാണ് ആ ഒരു ഇടവഴി. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് വീഡിയോ എടുക്കൽ പ്രയാസമായിരിക്കും. ഇപ്പോൾ ഓഫീസർക്ക് ഞാൻ എൻ്റെ പാസ്പോർട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. ഈ പെഡസ്ട്രിയൻ ടെർമിനൽ ഉണ്ടല്ലേ, ഇതിൻ്റെ അകത്താണ് നമ്മുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്യുക. ജസ്റ്റ് എന്താ നമ്മളെ ഒരു പ്രൂഫ് മാത്രം, അത് ചെക്കിങ് മാത്രമേ ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം എടുക്കാണ്ട്, പെർമിറ്റ് എടുക്കണം, ഗൈഡിനെ വാടകയ്ക്ക് എടുക്കണം, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ പ്രൊസീജിയറുണ്ട്. ഇപ്പോൾ സമയം 4:50 ആയിരിക്കുന്നു വൈകുന്നേരം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തിൻ്റെ പേര് ഫുൻ ഷോലിംഗ് എന്നാണ്. അതായത് ഭൂട്ടാൻ്റെ ഈ ഒരു ഭാഗത്തിനാണ് ഫുൻ ഷോലിംഗ് പറയുക. ഇന്ത്യൻ്റെ ഭാഗത്തിന് ജയ്ഗോൺ എന്നും പറയും. ഈ ഗേറ്റ് കഴിഞ്ഞ അപ്പുറത്ത്. ഇപ്പം ഞാനുള്ളത് ഭൂട്ടാൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഉള്ള വാഹനങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വാഹനങ്ങൾ വരുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം. ഫുഡ് ഷോലിംഗ് എന്നതിന് പറയുക ഈ ഒരു സ്ഥലത്തിന്. ഇപ്പം സമയം 5 മണിയായിരിക്കുന്നു. ഇപ്പം തന്നെ ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇന്ന് രാത്രി ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ ഭൂട്ടാൻ്റെ ക്യാപിറ്റലിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഏതായാലും കുറച്ച് നേരം കൂടി ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ബോർഡർ. ഈ കാണുന്ന വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലേ, ഇതാണ് ഭൂട്ടാൻ്റെ ഭാഗമാണ് ഈ ഒരു ഭാഗം. അപ്പോൾ ഈ കവാടത്തുനിന്ന് വാഹനങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടുന്ന് ഇങ്ങനെ നേരെ അങ്ങോട്ട് ഭൂട്ടാനിലേക്ക് പോകുന്ന ഭാഗമാണിത്. ഇവിടെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ആ കവാടം. ഈ ഒരു പിന്നെ മിലിറ്ററിക്കാരൻ ഭൂട്ടാൻ്റെ പട്ടാളാണ്. ഇന്ത്യൻ്റെ ഭാഗത്ത് അതേപോലെ ഇന്ത്യൻ്റെ ഒരു സ്റ്റാഫുണ്ട്. അവിടുന്ന് കഴിഞ്ഞാൽ ഇവിടെ ചെക്കിംഗ് ഉണ്ട്. പിന്നെ അങ്ങോട്ട് നേരെ അങ്ങോട്ട് പോവാം. അങ്ങനെയാണുള്ളത്. ഞാൻ ഓരോ നിമിത്തം തന്നിട്ടില്ല. അതേപോലെ വഴിയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് നമുക്കൊരാളെ കണ്ടുമുട്ടി, ഇവിടുത്തെ ഒരു ഗൈഡിനെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇന്ന് രാത്രി തന്നെ പോകാമെന്ന്. അപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ടൈം ഒരുപാട് ലാഭിക്കാം. അപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ട്.
അപ്പോൾ ഇതാണ് അങ്ങോട്ട് പോകാനുള്ള ഒരു എമിഗ്രേഷൻ പാസ്പോർട്ടിൽ അടിക്കണം. ഒരു പാസ്പോർട്ട് കാണിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ആധാർ കാർഡ് അടിച്ചിട്ട് ഒരു പെർമിറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ കോമ്പൗണ്ടാണ് ഈ ഒരു കോമ്പൗണ്ട്. ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ അകത്താണ് നമ്മളുടെ പ്രൂഫ് കാണിച്ചിട്ട് അങ്ങോട്ടേക്കുള്ള പെർമിറ്റ് ഉണ്ടാക്കുന്ന ഭാഗം. അപ്പോൾ അതിൻ്റെ ഒരു ഓഫീസാണ്. അപ്പോൾ ഞാൻ നമ്മളെ ഗൈഡായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളതാണ്. ഭൂട്ടാനിൽ നമ്മളങ്ങനെ വന്നിട്ട് ഒറ്റയടിക്ക് ഭൂട്ടാൻ കണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിന് കുറേ റൂൾസും ഒക്കെ ഉണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ എൻ്റെ ഭൂട്ടാനിലെ ഗൈഡായിട്ട് ഒന്ന് സംസാരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്നത്. നമ്മളിപ്പോൾ ഭൂട്ടാനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഭൂട്ടാനിൽ കുറച്ച് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഇദ്ദേഹം സംസാരിക്കും. So actually it will depend how many members are there in your group. And if you are in big group, then your expenditure will be very low. Okay. And if you are solo traveler, then it will be expensive for you. So and even for you too also, I think it will be bit expensive for you guys, I guess. One day permit how much rupee? How much? So for the stay, you have to pay 1,200 per night per person. Okay? And for the guide, this is the one night only. Yes. And for the guide charge is minimum 3,000 per person. So if the guide they charge you more than 3,000, then it will depend on them also, because 3,000 is minimum. So there's a word called minimum, right? So they can charge you more also. So if you can find a guide who is willing to go at 3,000, then that will be very helpful. Then how much is the vehicle charge one day? Vehicle charge, it will depend actually. Maybe 4 seats or 5 seats? 5-seater, they charge 4,000 daily. Yes. And room rent? Hotel rent, it will also depend, sir. Maybe I cannot give you the room rent. 3-star category with the breakfast? Even 3-star, in 3-star also there's a category, okay? According to their category. Even there's a 3-star property, and some will be 3-star plus. So that will cost you more. Maybe minimum? 3-star minimum 2.5. With breakfast, include breakfast. Including breakfast, yes. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇങ്ങോട്ട് വന്നാലുള്ള ചിലവ്. അല്ലാണ്ട് നമ്മൾ ഓടിപ്പാഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള പിന്നെ സ്ഥലങ്ങളിൽ കാണാൻ പോകുന്നവരല്ല. ഇങ്ങനത്തെ എക്സ്പെൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഗൈഡായിട്ട് ഈ പെർമിറ്റ് അടിക്കുന്ന ഈ ഓഫീസിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ കുറേ ടൂറിസ്റ്റേഴ്സ് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ സ്റ്റാഫുകളാണ്. എമിഗ്രേഷൻ എന്നറിയും. അതായത് നമ്മുടെ പാസ്പോർട്ടാണെങ്കിൽ പാസ്പോർട്ടിൽ നമുക്കൊരു സീൽ ചെയ്ത് തരും. നമുക്കൊരു ഓർമ്മക്കായിട്ട് സ്ഥിരം കിട്ടും. പാസ്പോർട്ട് ഇല്ലാത്തവർക്കാണെങ്കിൽ ഇവർ സെപ്പറേറ്റ് ഒരു പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് തരിക. അപ്പോൾ ഇതാണ് ഞാനെടുത്ത ക്യാഷ് അടച്ച ആ റെസീറ്റാണ് ഈ കാണുന്നത്. ഒരു ദിവസത്തിന് 1200 രൂപയാണ് ചാർജ്. ഇതാണ് പാസ്പോർട്ടിൽ അടിച്ചിട്ടുള്ള സീല്. ഭൂട്ടാൻ്റെ ഈ 2 സീല് പാസ്പോർട്ടിൽ അടിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കുന്നത്. ഇപ്പോൾ സമയം 7:15 അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിക്കുന്നത്. വണ്ടിയൊക്കെ നമ്മളെ ഗൈഡിന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളെ ഗൈഡിൻ്റെ പേര് യാഷി വാങ്ചോക്ക് എന്നാണ്. പേരൊക്കെ ഒരു അന്തല്ലാത്തൊരു പേരാണ്, നമുക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. പിന്നെ വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല രാത്രി. ഇങ്ങനെ കയറ്റം കയറി പോകുന്ന ഒരിതാണ്, ഒരു ചുരം പോകുന്ന സ്ഥലമാണുള്ളത്. പിന്നെ തിമ്പു ക്യാപിറ്റല്, പിന്നെ പാറൂൽക്ക തിമ്പുൽക്ക എന്ന് ഉറപ്പിച്ചിട്ടില്ല. ഏതായാലും 2 സ്ഥലം ഏതായാലും കാണണം. അപ്പോൾ ആദ്യം പോകുന്ന വഴിയാണ് പാറുള്ളത്, അതിന് ശേഷമാണ് തിമ്പു ഉള്ളത്. ഗൈഡ് നേരത്തെ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നതായിരിക്കും. എന്നാലും ഞാനൊന്ന് ചെറുതായിട്ട് വിശദീകരിച്ച് തരാം. ഒരു ദിവസം ഗൈഡിൻ്റെ വാടക 3000 രൂപയാണ്. അതാകുമ്പോൾ ഒരാളായാലും 10 ആളായാലും ഏറ്റവും മിനിമം നമ്മൾ 3000 ഇന്ത്യൻ മണി കൊടുക്കണം, അല്ലെങ്കിൽ ഇവരെ ഈ ഭൂട്ടാൻ മണി. അതുപോലെ ഒരു ദിവസം നമ്മൾ ഒരു രാത്രി ഭൂട്ടാനിൽ നിൽക്കണമെങ്കിൽ 1200 ഭൂട്ടാൻ്റെ എമൗണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ പൈസ കൊടുക്കണം ഒരു ദിവസം രാത്രിക്ക്. നമ്മൾ എത്ര ദിവസം നിൽക്കണമെന്ന് വെച്ചാൽ അത്രയും ദിവസത്തിനുള്ള പെർമിറ്റ് നമ്മൾ പൈസ അടക്കണം. അത് ഈ ഫുൻഷോലിംഗ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ ചെക്ക് പോയിൻറ്റിൻ്റെ അടുത്ത് നമ്മളെ ഈ ഇതെടുത്തല്ലോ, ഇമിഗ്രേഷൻ ചെയ്തല്ലേ, ആ ഒരു പരിസരത്തൊന്നും ആ പൈസ വേണ്ട, അവിടെ ഫ്രീ ആണ്. അവിടുന്ന് വിട്ടിട്ട് ഈ പാറു തിമ്പു ഇങ്ങനത്തെ ദൂര സ്ഥലത്തേക്ക് പോകാൻ മാത്രമാണ് ഈ
പെർമിറ്റിന് എടുക്കേണ്ട ആവശ്യം. അവിടെ നിൽക്കുന്നവർക്ക് പിന്നെ ഗൈഡിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണുള്ളത്. പിന്നെ ഭൂട്ടാനിൽ വന്നിട്ട് ഇപ്പോൾ അവിടെ ബോർഡറിൻ്റെ അവിടെ വന്നിട്ട് പോയിട്ട് കാര്യമില്ല. അതിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങൾ കണ്ടെങ്കിലല്ലേ ഭൂട്ടാൻ കണ്ടു എന്ന് അറിയാൻ പറ്റുക. അപ്പോൾ നമ്മളെ ഇപ്പോൾ വണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെക്ക് പോയിൻ്റ് അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചെക്ക് പോയിൻ്റ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണത്തിന് അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഒരു ഹോംലി ഫുഡാണ് നമ്മളെ ഗൈഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് 1-2 ഐറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐറ്റം നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഫോൺ ചെയ്ത് പറഞ്ഞിരിക്കുന്നു ഇന്നെ സാധനം വേണമെന്ന്. എൻ്റെ പാസ്പോർട്ട് നമ്മളെ ഗൈഡിൻ്റെ അടുത്ത് തന്നെയാണ്. ഇനിയിപ്പോൾ വഴിയിൽ ചെക്കിംഗ് ഉണ്ട്. കാരണം പാസ്പോർട്ടിൽ നമ്മൾ പെർമിറ്റ് എടുത്തെങ്കിൽ മാത്രമുള്ളൂ അങ്ങോട്ടേക്ക് പോകാനുള്ള പെർമിഷനുള്ളൂ. ഈ ഭാഗത്താണ് ചെക്കിങ് ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ തിരിച്ച് ബാക്ക് ഭാഗമാണ് ഈ കാണുന്നത്. So today we are going to Paro district. Paro, yes. Okay. So from here it will take around like 4 to 5 hours. Okay. And like you can say like more of the journey it will be under the Chuka district only. So under Chuka district there's two checkposts. One checkpost we have already crossed. Two checkposts it will come like that. ഇപ്പോൾ നമ്മൾ പുറപ്പെട്ട ഇന്ത്യൻ്റെ ബോർഡർ ഉണ്ടല്ലോ, ഫുഡ് ഷോലിംഗിൽ നിന്ന് ഈ പാറൂർക്ക് ഏകദേശം ഒരു 145 കിലോമീറ്റർ ഉണ്ട്. ഒരു 4 മണിക്കൂർ റണ്ണിങ് ടൈം എടുക്കുന്ന അദ്ദേഹം പറയുന്നത്. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഹോമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം. നമ്മുടെ വണ്ടിക്കാരന് കാറ് ഇലക്ട്രിക്കലി ചാർജ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ സ്റ്റെപ്പ് കയറി ഇതിൻ്റെ അകത്ത് എത്തിക്കുന്നത്. ഇതൊരു വീടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ വീട്ടിൽ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ ഒരു കട പോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ട് ഈ ഒരു ഭാഗം അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം മുകളിലേക്ക് കയറാനുള്ള കോണിയുണ്ട്. ഈ മുട്ട അടിച്ച ആളാണ് ഇതിൻ്റെ മുതലാളിയിൽ നിന്ന് തന്നെ ഓണർ. മറ്റേത് നമ്മുടെ ഗൈഡാണ്. ഇതാണ് നമ്മുടെ ഗൈഡ്. ഇവിടുത്തെ കുട്ടി പഠിക്കുന്നുണ്ട് ഈ ഭാഗത്ത്. ഇതുവരെ ഹോളാണ്. ഹോളിൻ്റെ അടുത്ത് തന്നെ ഡൈനിങ് ഹാളും ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ മെനു ഐറ്റംസാണ്. നമ്മൾ കാര്യപ്പെട്ട് എന്തോന്ന് ഇത് ഹോംവർക്ക് ചെയ്യാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഫിഷ്, വെജിറ്റബിളും ചപ്പാത്തി, ബസുമതി റൈസ്, അങ്ങനെ ഏകദേശം ഒരു 11 ഐറ്റമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. മീൻകറിയും വെജിറ്റബിൾ കറിയും രണ്ടും ഉണ്ട്. ഇതാണ് നമ്മളുടെ മെനു. അപ്പോൾ ഇതിന് മൊത്തം ഒരാൾക്ക് 400 രൂപയാണ്. 400 രൂപയും ഇവിടുത്തെ മണിയൊക്കെ ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ സമയം 9:30 മണിയായിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങനെ പോവുകയാണ്. പാറൂവിലേക്കാണ് പോകുന്നത്. പാറു ഒരു ദിവസത്തെ കാർ വാടക 4000 രൂപയാണ്. അപ്പോൾ പാറൂലെത്തിയിട്ടുണ്ട്. ഇപ്പം സമയം 12:50 ടൈം. ഇനി ഇവിടുന്ന് ഹോട്ടലിൽ കയറണം. ഇതാണ് നമ്മളുടെ ഹോട്ടൽ. നല്ല ക്ഷീണമുണ്ട്. ഇതാണ് അവിടുത്തെ സ്ട്രീറ്റ്. എല്ലാവരും ഉറക്കത്തിലാണ്. ഇതാണ് നമ്മളുടെ റൂം. അപ്പോൾ ഇനി ബാക്കി നമുക്ക് നാളെ രാവിലെ കാണാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.